ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പോൾ നമ്മുടെ 2026 ആദ്യത്തെ സെറ്റ് എക്സാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഈ സെറ്റ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ആദ്യം ജനറൽ പേപ്പർ തന്നെ എടുക്കാം. ജനറൽ പേപ്പർ 120 മാർക്കിൻ്റെ പരീക്ഷയായിരുന്നു. 60 മാർക്കോളം നമ്മൾ ബി എഡിന് പഠിച്ച ആ ഭാഗത്ത് നിന്നാണ്, ബി എഡ് കരിക്കുലത്തിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് 60 മാർക്കിന് ചോദിക്കുന്നത്. ബാക്കി 60 മാർക്ക് ജനറൽ പേപ്പർ അല്ലെങ്കിൽ ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബി എഡ് കരിക്കുലവുമായിട്ട് ബന്ധപ്പെടുത്തി നാം നോക്കുകയാണെങ്കിൽ സൈക്കോളജിയുടെ പ്രാധാന്യം തീരെ കുറഞ്ഞ ഒരു പരീക്ഷയായിരുന്നു അല്ലേ? സൈക്കോളജിയുടെ പ്രാധാന്യം കുറഞ്ഞു, ഫിലോസഫിയുടെ പ്രാധാന്യം കുറഞ്ഞു, സോഷ്യോളജി എന്നാകെ ഒറ്റ ക്വസ്റ്റിനെ ചോദിച്ചുള്ളൂ. അതായത് നമ്മുടെ സോഷ്യോളജിയുടെ തിയറി ഭാഗത്തു നിന്ന് മൊബിലിറ്റിയും അതുപോലെ തന്നെ 2 ക്വസ്റ്റ്യൻ കൾച്ചറൽ ഇനേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് ഇത്രയും കുറച്ചിൽ സംഭവിച്ചപ്പം മറ്റ് 2 ഭാഗങ്ങളിൽ നിന്ന് കൂടി അതിൽ ഒന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിഗ്നിഫിക്കൻസ് വളരെയധികം ഉണ്ടായിരുന്ന ഒരു എക്സാം ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ജനറൽ പേപ്പർ സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് റിസർച്ചിൻ്റെ ഭാഗത്തു നിന്നും കണ്ടമാനം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഐ ടിയുടെ മേഖലയിൽ നിന്ന് ആ ഭാഗത്തു നിന്ന് തന്നെ നമ്മുടെ ബി എഡ് കരിക്കുലത്തിൻ്റെ ഭാഗത്ത് തന്നെ 6ഓളം ചോദ്യങ്ങൾ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മൾ മറ്റ് പേപ്പറിലേക്ക്, സാധാരണ നമ്മുടെ GK പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതലും. ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 4 അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു. അസേർഷൻ ആൻഡ് റീസണിങ്ങിൻ്റെ അകത്തുനിന്ന് 4 ചോദ്യം ചോദിച്ചു. അതിൻ്റെ അകത്ത് ഹിസ്റ്ററി എന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പോളിസി എന്നുണ്ടായിരുന്നു, മറ്റ് ടെക്നോളജി എന്നുണ്ടായിരുന്നു. ഈ മേഖലയിൽ നിന്നായിരുന്നു ആ ഭാഗത്തു നിന്നുള്ള ചോദ്യം. അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പം ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരികയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ജനറൽ പേപ്പറിൻ്റെ കാര്യം. ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമുക്ക് മാത്സ് എടുക്കാം. മാത്സിന് 80 മാർക്കിൻ്റെ പരീക്ഷയാണ് മാത്സിന് നടക്കുന്നത്. മാത്സിന് സാധാരണ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് 3ാമത്തെയും 4ാമത്തെയും മൊഡ്യൂളിൽ നിന്നായിരുന്നു. ആ മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ട് 1ഉം 5ഉം 2ഉം മൊഡ്യൂളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് മാത്സ് പരീക്ഷ എഴുതിയ കുട്ടികളും അതുപോലെ തന്നെ പഠിപ്പിച്ച അധ്യാപകരും പറയുന്നത്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നും കൂടെ അവർ അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണം പറയുന്നത് പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ പോർഷനിൽ നിന്നുള്ളൊരു ചോദ്യം മാത്സിൻ്റെ എക്സാമിന് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് ഒരു എക്സാം എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ആയിരുന്നു. ഇക്കണോമിക്സിൻ്റെ കൺവെൻഷനൽ ആയിട്ടുള്ള എല്ലാ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് മാക്രോ ഇക്കണോമിക്സ്, മൈക്രോ ഇക്കണോമിക്സ്, ബാങ്കിങ്, ആ ഭാഗത്തു നിന്നെല്ലാം തന്നെ ചോദ്യം ചോദിച്ചിരുന്നു. ഇപ്പം ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഭൂരിപക്ഷം കുട്ടികളും പറഞ്ഞത് അഡ്വാൻസ്ഡ് ആയിരുന്നു. പ്രീവിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു എന്നാണ് പറയുന്നത്. ചില ക്വസ്റ്റ്യനുകളെല്ലാം നെറ്റിൻ്റെ തലത്തിലേക്ക് പോലും എത്തിയിരുന്നു എന്നും പഠിപ്പിച്ച അധ്യാപകരും എഴുതിയ കുട്ടികളും തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഇനി മലയാളത്തിലേക്ക് നാം വരികയാണെങ്കിൽ മലയാളം വളരെയധികം ബുദ്ധിമുട്ടിച്ച ചോദ്യങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ എളുപ്പമായിരുന്ന കുറേയധികം ചോദ്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് മലയാളത്തിൻ്റെ അധ്യാപകരും കുട്ടികളും അവകാശപ്പെടുന്നത്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബാലചികിത്സാ രംഗത്തെ കൃതികളെക്കുറിച്ച് ചോദിച്ചിരുന്നുവെന്ന് മലയാളത്തിൻ്റെ ചോദ്യപേപ്പറിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് എടുത്തു പറയേണ്ടതാണ് പ്രാചീന കേരള സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും മലയാളത്തിൻ്റെ പരീക്ഷാ ഭാഗത്തുണ്ടായിരുന്നു. അതൊന്നും ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. തിണ്ണകളെ കുറിച്ചിട്ട് സാധാരണ എല്ലാ മലയാള പരീക്ഷകളിലും ചോദിക്കുമെങ്കിലും ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഇത്തവണത്തെ സെറ്റ് പരീക്ഷയ്ക്ക് മലയാളത്തിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചത്. അപ്പം ഇനി ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ കേസിൽ നമുക്ക് വരുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഏകദേശം ഒരു 9 പേപ്പറോളം വരുന്നുണ്ട്, 9-10 പേപ്പറോളം വരുന്നുണ്ട്. ഓരോ ഭാഗത്തു നിന്നും ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ 12 മാർക്കിൻ്റെ
ചോദ്യമാണ് ഓരോ ഭാഗത്തു നിന്നും ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഒരു വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളുടെ എണ്ണം, തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണം 5 കുറഞ്ഞു എന്നതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷേ അപ്പം കൂടിയത് തെർമോഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ, അതുപോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ് തുടങ്ങിയ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞപ്പോൾ അത് കൂടിയത് ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസ്സറിലാണ്. അവിടെ 21 ചോദ്യങ്ങൾ ചോദിച്ചു എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. സാധാരണ നമ്മുടെ ഇലക്ട്രോണിക്സിന് അധികം സ്ട്രെസ് കൊടുക്കാത്ത ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാനൊരു ഫിസിക്സ് അധ്യാപകനായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ സെറ്റിൻ്റെ സിലബസിനെക്കാട്ടിലും കുറച്ചും കൂടെ പ്രാധാന്യം കേരള യൂണിവേഴ്സിറ്റിയുടെ PGയുടെ സിലബസിന് കൊടുക്കണം എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഇത്തവണത്തെ സെറ്റിൻ്റെ ഫിസിക്സിൻ്റെ പരീക്ഷ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ചോദ്യ പേപ്പറിൻ്റെ ഘടന എന്ന് പറയുന്നത്. അതുപോലെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന 2 പേപ്പറായിരുന്നു ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ്, നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഭാഗവും അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. ഈ ഭാഗത്ത് നിന്നൊക്കെ +2 തലത്തിലുള്ള അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രോഡൈനാമിക്സ്. നമ്മൾ +2 കയറി കഴിയുമ്പം ആദ്യത്തെ ഫിസിക്സിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഇലക്ട്രോഡൈനാമിക്സ് ആണ്. ആ ഭാഗത്ത് നിന്ന് അടക്കം ചോദ്യങ്ങൾ ചോദിച്ചു. ബൗണ്ടറി കണ്ടീഷനൊക്കെ PG ലെവലാണ്. പോയിന്റിംഗ് വെക്ടർ ഒക്കെ ചോദിച്ചിട്ടുണ്ടായി. ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ ലളിതമായിരുന്നു. അപ്പം നമുക്ക് ആ ഭാഗം വളരെ കംഫർട്ടബിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഈവൻ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ പോലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് മൈക്രോ പ്രോസസ്സറിൽ നിന്നും എല്ലാം ചോദിച്ചത്. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്നും അതുപോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നും എല്ലാം റിപ്പീറ്റ് വാല്യൂ ഉള്ള ചോദ്യം ചോദിച്ചുവെങ്കിലും പക്ഷെ നിലവാരം ഉയർന്നത് കുറച്ച് പേരെയൊക്കെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് 11 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഫിസിക്സിൻ്റെ ഒരു അവസ്ഥ. റിലേറ്റിവിറ്റി, ജനറൽ ഫിസിക്സ് ഓർ റിലേറ്റിവിറ്റിയുടെ ഭാഗത്തു നിന്നും 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ബോട്ടണിയുടെ കേസ് പറയുകയാണെങ്കിൽ ബയോടെക്നോളജി, മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഉള്ള ചോദ്യങ്ങളുടെ എണ്ണം വളരെയധികം കൂടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ കെമിസ്ട്രിയിൽ വന്ന ഒരു പൊതു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ സൊല്യൂഷനിലേക്ക് പോകുമ്പം കൂടുതൽ സമയം കൺസ്യൂം ചെയ്യുന്നു എന്നതായിരുന്നു കെമിസ്ട്രി സ്റ്റുഡൻസിൻ്റെ ഒരു പ്രശ്നമായിട്ട് അവർ പറഞ്ഞിരുന്നത്. സുവോളജി +2 ലെവലിലുള്ള പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. താരതമ്യേന കുറച്ച് എളുപ്പമായിട്ടുള്ള പരീക്ഷ സുവോളജി ആയിരുന്നു. ഹിന്ദിയിൽ വരുമ്പം അങ്ങനെയല്ല കാര്യങ്ങളുടെ സ്ഥിതി. ഒരുപാട് ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ഉത്തരം അറിയാമെങ്കിലും ഓപ്ഷനിൽ ഉത്തരമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഹിന്ദിയുടെ അവസ്ഥയെന്ന് പറയുന്നത്. ഇതായിരുന്നു ഒരു ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പം ഇത്തവണത്തെ നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ 2026 ആദ്യത്തെ സെറ്റ് എക്സാമിൻ്റെ ഒരു ജനറൽ ട്രെൻഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട കാര്യം, ഫിസിക്സ് കുറച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിച്ചത് എൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ അധ്യാപകർ പങ്കുവെച്ച അനുഭവങ്ങളാണ് പറഞ്ഞത്. അപ്പം ഇവിടെ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും, ഇപ്പം നമുക്കറിയാം ഓരോ ദിവസവും കൂടുമ്പം വിലക്കയറ്റം സംഭവിക്കുന്ന പോലെയാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ കാഠിന്യവും മത്സരത്തിൻ്റെ തീവ്രതയും കൂടിക്കൂടി വരുന്നത്. ഇവിടെയെല്ലാം നമുക്ക് പരിഹാരം എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾക്ക് മാത്രമേ ഉള്ളൂ ഇതിനെല്ലാം നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം സെറ്റ് ക്ലിയർ ചെയ്തിട്ട് എന്തിനാണെന്ന് ചോദിക്കുന്നവരോട് അപ്പം നിങ്ങൾ കണ്ടു കാണും HSST ജൂനിയറിൻ്റെ ഡെയിലി വേജിൻ്റെ സാലറിയുടെ സ്കെയിൽ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് അത് വർദ്ധിപ്പിച്ചിരുന്നു. 1360 രൂപയാണ് HSST ജൂനിയർ ആയിട്ട് കയറുന്ന ഒരാൾക്ക് കിട്ടുന്നത്. അപ്പം ഞാനിത് പറഞ്ഞു വന്നത് ഇത് വലിയൊരു കാര്യമായിട്ടല്ല, മറിച്ച് BEd ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പം ആദ്യം നമ്മുടെ ഒരു ജോബ് ഹണ്ടിങ് പീരീഡ് ഉണ്ട്. ആ ജോബ് ഹണ്ടിങ് പീരീഡിൽ നമുക്കൊരു സെറ്റ് ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് 1-2 വർഷമൊക്കെ നമുക്ക് ഗസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു 10 മാസത്തോളം നമുക്ക് കിട്ടും. ഒരു 20 വർക്കിംഗ് ഡേയോ 18 വർക്കിംഗ് ഡേയോ കിട്ടും. ഒരു മാന്യമായ ഒരു 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു വരുമാനം നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് എയ്ഡഡിലും കിടപ്പുണ്ട്, ഗവൺമെന്റിലും കിടപ്പുണ്ട്. കാരണം ജൂനിയർ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്പ്യൂട്ടഡ് വേക്കൻസീസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാം HSST കെമിസ്ട്രിക്ക് 64 വേക്കൻസി ഒറ്റയടിക്കാൻ അഡ്വൈസ് ചെയ്തത്. പക്ഷെ അതിന് മുമ്പ് 64 വേക്കൻസി അവിടെ ഉണ്ട്.
പക്ഷെ എന്ത് ചെയ്തില്ല, അഡ്വൈസ് ചെയ്തില്ല. അത് കുറേ അധികം കാലം എടുത്തിട്ടാണ് അഡ്വൈസ് ചെയ്തത്. അതുപോലെ എപ്പോഴും വേക്കൻസി എറൈസ് ആയിട്ട് വരുന്ന ഒരു മേഖലയാണ് HSST എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു എൻട്രി ഉള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന എഡ്യൂടെക്കുകളുടെ കാലമാണ്. ഒരുപാട് എഡ്യൂടെക്കുകൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് എഡ്യൂടെക്കുകളുടെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല, അതിനേക്കാളും താഴ്ന്ന സ്റ്റേജിലാണ് കേരളം എന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഡെവലപ്പിംഗ് ആയിട്ടുള്ള, ഇനിയും ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് എഡ്യൂടെക് എന്ന് പറയുന്നത്. ആ മേഖലയിലൊക്കെ ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുമ്പോഴും സെറ്റുള്ള ടീച്ചേഴ്സിനാണ് കൂടുതൽ പാക്കേജും പ്രിഫറൻസും കൊടുക്കുന്നത്. നമ്മൾ വെറും സ്കൂളിൽ മാത്രമല്ല നമുക്ക് തൊഴിലവസരം കിട്ടുന്നത്, മറ്റ് ഇങ്ങനെയുള്ളൊരു മേഖല കൂടി ഉണ്ട് എന്നുള്ള കാര്യം പലരും തിരിച്ചറിയുന്നില്ല. ആ ഒരു കാര്യം കൂടി തിരിച്ചറിയുക. അപ്പം സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ സബ്ജക്റ്റ് നോളജ് നല്ല രീതിയിൽ നമുക്ക് വേണം. സബ്ജക്റ്റ് നോളജിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, അത് സ്കിൽ ഡെവലപ്പ് ചെയ്യണം. സ്കില്ലിൽ നിന്ന് എന്ത് ചെയ്യണം, നമുക്കത് എന്താക്കി മാറ്റണം, നമുക്കൊരു അച്ചീവ്മെൻ്റ് ആക്കി മാറ്റിയേ മതിയാവുകയുള്ളൂ. അപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ലോങ് ടൈം സെറ്റിൻ്റെ ബാച്ചുകളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ സെറ്റ് അസ്ത്ര 5.0 എന്നാണ് നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ഏകദേശം 400+ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വീക്ക്ലി മോഡൽ എക്സാംസ് ഉണ്ട്, ഡെയിലി വർക്കൗട്ട് ഉണ്ട്, മെൻറ്റർഷിപ്പ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, PYQ ഡിസ്കഷൻസ് ഉണ്ട്. ഇത് കൂടാതെ റെക്കോർഡ് ക്ലാസ് ഉണ്ട്. റെക്കോർഡ് ക്ലാസ് വരുന്നത് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകദേശം 470ഓളം ക്ലാസ്സുകൾ ഫിസിക്സിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. അപ്പം അത്രയും ബൾക്കായിട്ടുള്ള കോണ്ടന്റ് ആണ് നമ്മളിവിടെ തരുന്നത്. ദാറ്റ് മീൻസ് ബേസിക് കോണ്ടന്റ് ആണ് നമ്മൾ റെക്കോർഡ് ക്ലാസ് വഴി നൽകുന്നത്. അത് അഡ്വാൻസ്ഡ് ആകുന്നത് നമ്മുടെ PYQ ഡിസ്കഷൻ്റെ അകത്താണ്. PYQ ഡിസ്കഷൻ ലൈവ് ക്ലാസ്സുകളാണ്. അപ്പം നമ്മൾ ആ തരുന്ന കണ്ടന്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നാണ് നമ്മൾ പഠിപ്പിച്ച് എടുക്കുന്നത്, അല്ലെങ്കിൽ പകർന്നു നൽകുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാനുമായിട്ട് ഈ കാണുന്ന ബോർഡ് നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോസുകളുമായിട്ടൊക്കെ വീണ്ടും നമുക്ക് കാണാം. താങ്ക്